നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഷ്ടപരിഹാരമില്ല, ഇൻഷുറൻസും. പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം മുടങ്ങിയിട്ട് 3 വർഷം. ഇൻഷുറൻസ് കിട്ടാതെ 1 വർഷം. ഇരിക്കൂർ നഗരമധ്യത്തിലെ വീട്ടിൽ കഞ്ചാവ് വേട്ട. 2.7 കിലോ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റ്. ചരിത്ര നേട്ടത്തിനൊപ്പം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ആദ്യമായി 100% പദ്ധതി വിഹിതം വിനിയോഗിച്ച പഞ്ചായത്തായി കണിച്ചാർ മാറി. വിശദമായ വാർത്തകളിലേക്ക്. നഷ്ടപരിഹാരമില്ല, ഇൻഷുറൻസും. പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം മുടങ്ങിയിട്ട് 3 വർഷം. ഇൻഷുറൻസ് കിട്ടാതെ 1 വർഷവും. പ്രകൃതിക്ഷോഭത്താൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്കുള്ള നഷ്ടപരിഹാരം വൈകുന്നു. വിള ഇൻഷുറൻസും മുടങ്ങിയതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരത്തിനായി അപേക്ഷ നൽകി 3 വർഷത്തിലേറെയായിട്ടും തുക ലഭിക്കാത്ത ഒട്ടേറെ കർഷകരുണ്ട് മലയോരത്ത്. കൃഷിഭവനുകൾ വഴി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇവരിൽ പലരും. ഇതോടെ വീണ്ടും കൃഷിയിറക്കാനോ കടബാധ്യതകൾ തീർക്കാനോ കഴിയാതെ പ്രയാസപ്പെടുകയാണ് കർഷകർ. വരൾച്ചയും കാലവർഷവും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ 2021 ഏപ്രിൽ മുതൽ ഇതുവരെ വിളനാശം സംഭവിച്ച കർഷകർക്ക് 4.7 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകാനുണ്ടെന്നാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. ഇതിൽ കേന്ദ്രവിഹിതമായ നാമമാത്രമായ തുക മാത്രമാണ് കർഷകർക്ക് ലഭിച്ചത്. 2021 ഡിസംബർ വരെയുള്ള കാലയളവിൽ വിളനാശം സംഭവിച്ച അപേക്ഷകർക്ക് സംസ്ഥാന വിഹിതമായി 64 ലക്ഷം രൂപയും കേന്ദ്രവിഹിതമായി 44.1 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. 2022 ജനുവരി മുതലുള്ള അപേക്ഷകർക്ക് തുക കിട്ടിയിട്ടുമില്ല. സംസ്ഥാന വിഹിതമായ 3.30 കോടി രൂപയും കേന്ദ്രവിഹിതമായ 2.9 ലക്ഷം രൂപയും ഉൾപ്പെടെ 3.42 കോടി രൂപയാണ് നൽകാൻ ബാക്കിയുള്ളത്. വിള ഇൻഷുറൻസ് തുക അനുവദിക്കുന്നത് മുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. 1.15 കോടി രൂപയാണ് വിള ഇൻഷുറൻസ് ഇനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ളത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചരിത്ര നേട്ടത്തിനൊപ്പം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ആദ്യമായി 100% പദ്ധതി വിഹിതം വിനിയോഗിച്ച പഞ്ചായത്തായി കണിച്ചാർ മാറി. ചരിത്ര നേട്ടത്തിനൊപ്പം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ആദ്യമായി പദ്ധതി വിഹിതം 100% വിനിയോഗിച്ച പഞ്ചായത്തായി മാറി. കണ്ണൂർ ജില്ലയിൽ 6ാം സ്ഥാനത്താണ് പദ്ധതി വിഹിതം വിനിയോഗിക്കുന്നതിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിനുള്ളത്. നാട്ടുകാരുടേതുൾപ്പെടെ വലിയ പിന്തുണയും സ്നേഹവുമാണ് ഇത്തരത്തിൽ നേട്ടം കൈവരിക്കാൻ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചതെന്ന് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ് 4 വർഷം പൂർത്തിയാകാണ്. 4 വർഷം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ ചരിത്ര നേട്ടത്തിനൊപ്പമാണ്. കാരണം കണിച്ചാർ പഞ്ചായത്ത് ആദ്യമായി പദ്ധതി വിഹിതം, സർക്കാരിൽ നിന്ന് പദ്ധതി വിഹിതം 100% വിനിയോഗിക്കുന്ന പഞ്ചായത്തായി മാറി എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിൽ 6ാം സ്ഥാനത്തേക്ക് പദ്ധതി വിഹിതം വിനിയോഗിക്കുന്ന പഞ്ചായത്തായി കണിച്ചാർ പഞ്ചായത്തിന് മാറി എന്നുള്ളതാണ്. ഞങ്ങൾ വരുമ്പോൾ കണിച്ചാർ പഞ്ചായത്ത് ഏതാണ്ട് 71ാം സ്ഥാനത്തോ അതിനൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു എങ്കിൽ ഇന്ന് കണ്ണൂർ ജില്ലയിലെ നമ്പർ 1 പഞ്ചായത്തുകളുടെ ഒപ്പം എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഭരണസമിതിയുടെ വലിയ നേട്ടമായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. അത് ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് നാട്ടുകാരുടെയും അതുപോലെ മറ്റ് പ്രവർത്തകരുടെയും ഒപ്പം തന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും അടുത്തുനിന്ന് സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയെല്ലാം കഠിനാധ്വാനവും പ്രവർത്തന മികവുമാണ് ഞങ്ങളെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ 13 പേരും ഞാനടക്കം 13 പേരും ഇതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെ നികുതി പിരിവ് നേരത്തെ തന്നെ നമുക്ക് മാർച്ചിന് മുമ്പേ തന്നെ 100%ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഞങ്ങൾ ചരിത്രപരമായി ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. എന്താണെങ്കിലും ഈ ചരിത്രപരമായ നേട്ടം കൈവരിക്കുമ്പോൾ ഒപ്പം തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലെ മറ്റ് മികവുകളും കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ടെന്നുള്ളതാണ്. ഹരിതകർമ്മസേന 100% യൂസർ ഫീ കളക്ഷനുള്ള ഹരിതകർമ്മസേന കണിച്ചാർ പഞ്ചായത്തിൻ്റെതാണ്. ഒപ്പം ഹരിതമിത്ര ആപ്പിൽ ജില്ലയിൽ 2ാം സ്ഥാനത്താണ് കണിച്ചാർ പഞ്ചായത്തുള്ളത്. മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കണ്ണൂർ ജില്ലയിലെ 1ാം നിര പഞ്ചായത്തായി കണിച്ചാർ പഞ്ചായത്തിന് മാറാൻ പറ്റിയെന്നുള്ളതാണ്. നമുക്കറിയാം കണിച്ചാർ പഞ്ചായത്തിനെ പറ്റി പലവിധ ആക്ഷേപങ്ങളും മുമ്പുണ്ടായിരുന്നു. ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന കൃത്യമായി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത വലിയ ആക്ഷേപങ്ങൾ നിലനിന്ന ഒരു പഞ്ചായത്താണ്. പക്ഷേ ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്തായി കണിച്ചാർ പഞ്ചായത്തിന് മാറാൻ പറ്റുന്ന അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. 4.5 കൊല്ലം മുമ്പ് ഈ നാട്ടിലെ മനുഷ്യർ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അഴിമതിരഹിത പഞ്ചായത്തായി കണിച്ചാർ പഞ്ചായത്തിനെ മാറ്റണമെന്നത് അത് അങ്ങനെ മാറ്റുന്നതോടൊപ്പം തന്നെ മറ്റ് നേട്ടങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയെന്നുള്ളത് ഞങ്ങൾക്ക് വലിയ അഭിമാനം തരുന്ന കാര്യമാണ്. അതിന് ഞങ്ങൾ പിന്തുണ നൽകുക. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും അതുപോലെ എഞ്ചിനീയർ അടക്കമുള്ള 2 ഓവർസിയർമാരടക്കമുള്ള എഞ്ചിനീയർ വിങ്ങിനെയും ഒപ്പം തന്നെ നമുക്ക് പഞ്ചായത്തിലെ
ഓരോ ഉദ്യോഗസ്ഥരും അവരുടെ എല്ലാവരുടെയും കടമ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും ഇടപെടലുമാണ്. ഒപ്പം തന്നെ ഞങ്ങൾക്ക് വിട്ടുകിട്ടിയ നിർമ്മാണ സ്ഥാപനങ്ങളിലെ നിർമ്മാണ ഉദ്യോഗസ്ഥർ അവരുടെയെല്ലാം ആത്മാർത്ഥമായ ഇടപെടലാണ് ഈ പദ്ധതി വിഹിതം 100% എത്തിക്കാൻ പറ്റും. ഞങ്ങളുടെ പദ്ധതി വിഹിതത്തിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത് 105.91%. അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ചരിത്രപരമായ നേട്ടമാണ്. ആ നേട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിച്ച എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നികുതി പിരിവിലും 100% പൂർത്തീകരിക്കാൻ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. 100% യൂസർ ഫീ പിരിച്ച ഹരിതകർമ്മസേന കണിച്ചാർ പഞ്ചായത്തിൻ്റേതാണ്. ഹരിതമിത്ര ആപ്പിൽ ജില്ലയിൽ 2ാം സ്ഥാനമാണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റേത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ വാർഷിക പദ്ധതി നിർവഹണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും നികുതി പിരിവിൽ സമ്പൂർണ്ണത കൈവരിക്കുകയും ചെയ്ത കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമോദന പത്രവും നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരിക്കൂർ നഗരമധ്യത്തിലെ വീട്ടിൽ കഞ്ചാവ് വേട്ട. 2.7 കിലോ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. കണ്ണൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഷാബു സിയും ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ലത്തീഫിൻ്റെയും നേതൃത്വത്തിൽ ഇരിക്കൂർ ടൗണിൽ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടി. 2 കിലോ 700 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഇരിക്കൂറിലെ പള്ളിപ്പാത്ത് ഹൗസിൽ അബ്ദുൾ റൌഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതി. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി. അയ്യങ്കുന്നം പാലത്തും കടവിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം, വൻ കൃഷിനാശം. അയ്യങ്കുന്നം പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന വ്യാപകമായി കൃഷിനാശം വരുത്തി. പാലത്തുംകടവ് മീൻകുണ്ട് മേഖലയിലാണ് ആനക്കൂട്ടം വലിയ നാശം വരുത്തിയത്. കർണാടകത്തിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്നും ബാരാപ്പോൾ പുഴ കടന്നെത്തിയ കാട്ടാനക്കൂട്ടം മേഖലയിൽ താണ്ഡവമാടിയത്. കുലക്കാറായ 20ഓളം തെങ്ങുകളും നിരവധി വാഴകളും കവുങ്ങുകളും കാട്ടാനക്കൂട്ടം പിഴുതെറിഞ്ഞു. റോഡിനോട് ചേർന്ന പ്രദേശമാണിത്. പുലർച്ചയോടെ പുഴ കടന്ന് കാട്ടാനക്കൂട്ടം വീണ്ടും കർണാടക വനത്തിലേക്ക് തിരിച്ചുപോയി. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി. മാനന്തവാടി ചുരം റോഡിൽ 29ാം മൈൽ 2ാം ഹെയർപിൻ വളവിന് സമീപം വനത്തിലും തോട്ടിലും പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ തള്ളിയ സംഭവം. മാലിന്യം തിരിച്ചെടുപ്പിച്ച കണിച്ചാർ ഗ്രാമപഞ്ചായത്ത്. മാലിന്യം തള്ളിയ 4 സ്ഥാപനങ്ങളിൽ 2 സ്ഥാപനങ്ങളിൽ നിന്ന് 35,000 രൂപ പിഴയും ഈടാക്കി. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ തലശ്ശേരി ബാവലി റോഡിൽ 29ാം മൈലിന് സമീപം തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാടിലെ 4 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും തള്ളിയ മാലിന്യം തിരിച്ചെടുപ്പിച്ചു. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. വാർഡ് മെമ്പർ ജിമ്മി അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയുടെ സഹകരണത്തോടെയാണ് മാലിന്യം തിരിച്ചെടുപ്പിച്ചത്. പിന്നീട് കിലോയ്ക്ക് 20 രൂപ പ്രകാരം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് നൽകിക്കൊണ്ട് മാലിന്യം കണിച്ചാർ പഞ്ചായത്തിന് കൈമാറി. പിഴത്തുകയായി 2 സ്ഥാപനങ്ങളിൽ നിന്നും 35,000 രൂപ അടക്കുകയും മറ്റ് 2 വ്യാപാര സ്ഥാപനങ്ങൾ അടുത്ത ദിവസം പഞ്ചായത്തിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർഡ് മെമ്പർ ജിമ്മി അബ്രഹാം, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ശ്രീലത, ഹരിതകർമ്മ സേന കൺസോർഷ്യം സെക്രട്ടറി ലിജി ജെയിംസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മാലിന്യം തിരിച്ചെടുപ്പിച്ചത്. കണിച്ചാർ പഞ്ചായത്തിലെ 29ാം മൈലിന് മുകളിലേക്കുള്ള ചുരം പ്രദേശത്ത് വയനാട്ടിലുള്ള വാളാടുള്ള കച്ചവടക്കാർ അവരുടെ കടയിലെ വേസ്റ്റ് കൊണ്ട് നിക്ഷേപിക്കുന്ന നിലയുണ്ടായി. അത് ഫോറസ്റ്റിൽ മാത്രമല്ല, ഒപ്പം തന്നെ അത് നീരുറവ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തു കൂടിയാണ് നിക്ഷേപിച്ചത്. അവരെ ദേശാഭിമാനിയുടെ ലേഖകനും ഒപ്പം തന്നെ ഹരിതകേരള മിഷൻ്റെ ആർപിയുമായിട്ടുള്ള നിഷാദ് ആ വഴിക്ക് യാത്ര ചെയ്തപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. നിഷാദ് ഇത് പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്തിനെ അറിയിച്ച സമയത്ത് തന്നെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ HI അടക്കമുള്ള ആളുകൾ അവിടെ പോയി ഇത് പരിശോധിക്കുകയും ആളുകളെ നിഷാദ് തന്നെ കണ്ടെത്തി തന്നിരുന്നു. അതിനകത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞങ്ങളോട് ആദ്യമേ പറഞ്ഞത് അവരുടെ അല്ല എന്നാണ്. പക്ഷേ അത് അവരുടെയാണെന്ന് ഞങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം പഞ്ചായത്ത് മെമ്പറും ജിമ്മിയും അതുപോലെ ഒപ്പം തന്നെ HI ശ്രീലതയും ചേർന്ന് വാളാട് ചെന്ന് അവർക്ക് നോട്ടീസ് നൽകി. ആ നോട്ടീസ് അവർ കൈപ്പറ്റി. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ ഒപ്പം തന്നെ അവിടുത്തെ ഹരിതകർമ്മസേന എല്ലാം അവിടെ ആ സമയത്ത് എത്തിച്ചേരുകയുണ്ടായി. എന്താണെങ്കിലും അവിടെയുള്ള സാന്നിധ്യത്തിൽ നോട്ടീസ് അവർക്ക് കൈപ്പറ്റി. ആ നോട്ടീസ് കൈപ്പറ്റിയ അടിസ്ഥാനത്തിൽ 3 ദിവസത്തിനുള്ളിൽ അവരോട് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. 4 കടക്കാരുടെ വേസ്റ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും വണ്ടിയും അടക്കം എല്ലാം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു. അവർ പഞ്ചായത്തിൽ 2 കച്ചവടക്കാർ പഞ്ചായത്തിൽ ഹാജരായി. അവർക്ക് 35,000 രൂപയാണ് പിഴ നൽകിയത്. പിഴ നൽകിയ മാത്രമല്ല, അവരെ കൊണ്ട് അവിടെ നിക്ഷേപിച്ച വേസ്റ്റ് പൂർണ്ണമായും
അവിടുന്ന് ഫോറസ്റ്റിൽ നിന്നും അതുപോലെ നീലുറവയിൽ നിക്ഷേപിച്ച് അതെല്ലാം അവിടുന്ന് മാറ്റം ചെയ്തു. ആ മാറ്റിയത് കണിച്ചാർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് ലെഗസി ബേസ്ഡായിട്ട് 15 രൂപയ്ക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാനും പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാലിന്യമുക്ത നവകേരളം 2 എന്ന പദ്ധതി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിച്ചെറിയാൻ പാടില്ല എന്ന് നമ്മൾ നിരന്തരം പറയുമ്പോഴും ആളുകൾ ഇങ്ങനെ വലിച്ചെറിയുകയാണ്. ശക്തമായ നടപടിയാണ് ഇനി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിട്ടുവീഴ്ചയില്ലാതെ തന്നെ പഞ്ചായത്ത് അവർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത്. മറ്റ് 2 കടക്കാരും കൂടെ ഹാജരാകാനുണ്ട്. അവർ ഹാജരാകുമ്പോൾ അവർക്കും പിഴ ഈടാക്കിക്കൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പറയുന്നത്. മാലിന്യം തള്ളിയ സ്ഥാപന ഉടമകൾക്കെതിരെ കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ 28-ന് കൊട്ടിയൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാകാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡ് കുഴിച്ച സ്ഥലങ്ങളിൽ ടാറിംഗ് പ്രവൃത്തി നടത്തുന്നത് പ്രഹസനമെന്ന ആരോപണം. പള്ളിയം സ്കൂൾ കായക്കാട് റോഡിലാണ് ടാറിംഗ് പ്രവൃത്തി പ്രഹസനമായി മാറിയത് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി തില്ലങ്കേരി പഞ്ചായത്തിലെ നിരവധി റോഡുകളാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടുള്ളത്. പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഇത് പ്രഹസനമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. പള്ളിയം സ്കൂൾ കായക്കാട് റോഡിൽ സ്കൂളിന് സമീപത്തുള്ള ഭാഗം ഒഴിവാക്കിയാണ് റീടാറിംഗ് പ്രവൃത്തി നടത്തിയത് എന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. കൂടാതെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തപ്പോൾ നിലവിലെ കലുങ്ക് അടഞ്ഞതിനാൽ തന്നെ ഈ വരുന്ന മഴക്കാലത്ത് മഴവെള്ളം റോഡിലൂടെ ഒഴുകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളതെന്നും ഇത് റോഡ് തകരുന്നതിന് കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു. ആണി കയറിയിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചുള്ളൂ, കംപ്ലീറ്റ് ആണി കയറിയിട്ട് ഒരു വിവാദം തിരിഞ്ഞു നോക്കിയിട്ടില്ല. റോഡിൻ്റെ കംപ്ലീറ്റ് പകുതി ഭാഗങ്ങളിൽ മുറിച്ചിട്ടു, സ്കൂളിൻ്റെ വാതിക്കലെല്ലാം താർ ചെയ്യാതെ എല്ലാം കംപ്ലീറ്റ് ഉള്ളത്. അതുകൊണ്ട് ഒരു അന്വേഷണം വേണം എന്തായാലും. ബന്ധപ്പെട്ട അധികൃതർ ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൈവിഷൻ ന്യൂസ്, തില്ലങ്കേരി. പാൽച്ചുരത്ത് ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റ യാത്രികർ പാമ്പറപ്പാൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചികിത്സയ്ക്കിടെ മുങ്ങി. കേളകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാൽച്ചുരത്ത് ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ടു. മാനന്തവാടിയിൽ നിന്നും ചാവശ്ശേരിയിലേക്ക് പോകുകയായിരുന്ന സാദിഖ്, സഹീർ എന്നിവർ സഞ്ചരിച്ച ഇരുചക്രവാഹനമാണ് പാൽച്ചുരം ആശ്രമം ജംഗ്ഷന് മുകളിൽ വെച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അപകടത്തിൽ പരിക്കേറ്റ സാദിഖ്, സഹീർ എന്നിവരെ നാട്ടുകാർ കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകി പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നതിനിടെ ഇരുവരും ആശുപത്രിയിൽ നിന്നും മുങ്ങി. ഇതിനിടെ ആശുപത്രി അധികൃതർ കേളകം പോലീസിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ പരിശോധിച്ചതിൽ പഴയ മോട്ടറും ബാറ്ററിയും കണ്ടെടുത്തിട്ടുണ്ട്. ചികിത്സയ്ക്കിടെ മുങ്ങിയ പ്രതികളെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം സംഭവിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. ഹൈവിഷൻ ന്യൂസ്, കേളകം. മാവിൽ നിന്നും വീണു മരിച്ച റിട്ടയർഡ് എസ്ഐയും പൊതുപ്രവർത്തകനുമായിരുന്ന കേളകത്തെ ജോണിക്ക് നാടിന്റെ യാത്രാമൊഴി. വീട്ടുമുറ്റത്തെ മാവിൽ നിന്നും വീണു മരിച്ച കേളകത്തെ റിട്ടയർഡ് എസ്ഐയും പൊതുപ്രവർത്തകനുമായ തടത്തിൽ ജോണിക്ക് നാടിന്റെ യാത്രാമൊഴി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വീടിന് മുൻവശത്തെ മാവിൽ നിന്നും മാങ്ങ പറിക്കുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ ജോണിയെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ശനിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. പോലീസിൽ നിന്നും വിരമിച്ച ശേഷം പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ജോണി. കോൺഗ്രസ് കേളകം മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും പെൻഷനേഴ്സ് അസോസിയേഷൻ പേരാവൂർ മണ്ഡലം വൈസ് പ്രസിഡന്റുമായിരുന്നു ജോണി. വീട്ടിലെ കർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ടോടെ ചുങ്കക്കുന്ന് ഫാത്തിമോദ ഫെറോന പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കോളയാട് ഗ്രാമപഞ്ചായത്ത് ശ്മശാനത്തിൽ കോളയാട് മത്സ്യ മാർക്കറ്റിലെ മലിനജലം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തെറ്റായ പ്രചരണങ്ങളാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പേരാവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോളയാട് ഗ്രാമപഞ്ചായത്ത് ശ്മശാനത്തിൽ കോളയാട് മത്സ്യ മാർക്കറ്റിലെ മലിനജലം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തെറ്റായ പ്രചരണങ്ങളാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പേരാവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൂർണ്ണമായും പഞ്ചായത്ത് അതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി, അതായത് ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. അല്ലാതെ മാലിന്യങ്ങൾ ആരും ഇല്ലാത്തൊരു വഴിക്ക് കൊണ്ടുപോയി തള്ളുക അല്ല ചെയ്തിട്ടുള്ളത്. അതാണ് വളരെ അത്തരത്തിലാണ് വ്യാഖ്യാനങ്ങളുള്ളത്. വളരെ കൃത്യമായി ഈ മാലിന്യ സംസ്കരണ നിയമങ്ങളെയൊക്കെ പാലിച്ചുകൊണ്ട് JCB ഉപയോഗിച്ച് വലിയ കുഴിയെടുത്ത് അതിനകത്തേക്ക് ഈ മാലിന്യം നിക്ഷേപിക്കുകയും അത് പൂർണ്ണമായും മണ്ണിട്ട് മൂടി, മണ്ണിട്ട് നികത്തി ഒരു വിധത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങളും ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്.
അവിടെ പോയി തന്നെ പരിശോധിച്ചാൽ അക്കാര്യം ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും അടുത്ത കുറച്ച് ദിവസങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടക്കുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളും പിന്നെ വാർത്തകളും ഒക്കെ തന്നെ വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ കൂടിയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളതെന്ന് സൂചിപ്പിക്കുകയാണ്. കോളയാട് മത്സ്യമാർക്കറ്റിലെ നിലവിലുള്ള മലിനജല ടാങ്കുകൾ നിറഞ്ഞ് ബ്ലോക്കായത് ടൗണിലും മാർക്കറ്റ് പരിസരത്തും സൃഷ്ടിച്ച പ്രയാസങ്ങൾ ചെറുതല്ല. ദുർഗന്ധം വമിക്കുന്ന ഈ മാർക്കറ്റിൽ നിന്നും കച്ചവടം ചെയ്യേണ്ടി വരുന്നതിന്റെ ദുരവസ്ഥയെക്കുറിച്ച് കച്ചവടക്കാർ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിരുന്നു. പഞ്ചായത്തിന് പ്രതിവർഷം 8 ലക്ഷം രൂപയോളം വരുമാനം ലഭിക്കുന്ന വ്യാപാര സ്ഥാപനമാണ് ഈ മത്സ്യമാർക്കറ്റ്. ആവശ്യം വേണ്ടിവരുന്ന ശുചിത്വ മാലിന്യ സംവിധാനങ്ങളുടെ നിർമ്മിതി, നവീകരണങ്ങൾ എല്ലാം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഭരണസമിതി യോഗത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യുകയും 14 ഭരണസമിതി അംഗങ്ങളും ഏകകണ്ഠമായി ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഈ മലിനജലം തന്റെ കൃഷിയിടത്തിലെ തെങ്ങിൻ തടങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നതിന് തനിക്ക് സമ്മതമാണെന്ന് പെരുവ വാർഡിലെ ജനപ്രതിനിധി റോയ് പൗലോസ് അറിയിക്കുകയും ചെയ്തിരുന്നു. കാട്ടുമൃഗശല്യം വലിയ തോതിലുള്ള പെരുവയിലേക്ക് രാത്രി വൈകി ദുർഗന്ധം വമിക്കുന്ന ഈ മലിനജലം കൊണ്ടുപോകുന്നത് കാട്ടുപന്നി പോലുള്ള മൃഗങ്ങളുടെ ശല്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കാം എന്നു കരുതിയാണ് അങ്ങോട്ട് കൊണ്ടുപോകാതിരുന്നതെന്നും കോളയാട് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ മത്സ്യമാർക്കറ്റിലെ ദുർഗന്ധം വമിക്കുന്ന മലിനജലം പകൽ സമയത്ത് നീക്കം ചെയ്യുക അപ്രായോഗികമായിരുന്നെന്നും അതുകൊണ്ടാണ് രാത്രി ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. നമുക്കറിയാം, ഇത്രയും 4 വർഷക്കാലവും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഒരു ആക്ഷേപവും ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കോ അവിടെയുള്ള മാധ്യമങ്ങൾക്കോ ഉന്നയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് UDF വസ്തുതാവിരുദ്ധമായ കാര്യം ജനങ്ങളിലേക്ക് സന്ദേശം നൽകുന്ന ഒരു സമര പരിപാടിയാണ് UDF അവലംബിച്ചിട്ടുള്ളത്. അത് തീർത്തും പ്രതിഷേധാർഹമാണ്. ഇത് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് കോളയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി കരുതുന്നത്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ നാളിതുവരെയായി പഞ്ചായത്ത് നേടിയിട്ടുള്ള നേട്ടങ്ങളെയൊന്നും ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനവും നടന്നിട്ടില്ലെന്നും ഏതെങ്കിലും പൊതുസ്ഥലത്തോ ജലസ്രോതസ്സുകളിലേക്കോ ഈ മലിനജലം ഒഴുക്കിവിട്ടിട്ടില്ലെന്നും പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പൊതുശ്മശാനത്തിന്റെ ഒരു അരികിലായി JCB ഉപയോഗിച്ച് വലിയ കുഴിയെടുത്ത് അതിലേക്ക് മലിനജലം ഒഴുക്കിവിട്ട് പൂർണ്ണമായും മണ്ണിട്ട് മൂടി സുരക്ഷിതമാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന നിലയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധീഷ് കുമാറും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷും രാത്രി 1:30 വരെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ തീർത്തും പഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തന്നെ സ്ഥലത്ത് തന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒരാളുകൾക്കോ കുടിവെള്ളത്തിനോ മറ്റു ഒരു പ്രയാസവും നേരിടാതെ രാത്രി തന്നെ അത് കൊണ്ടുപോയി അവിടെ കുഴിച്ച് വൃത്തിക്ക് അവിടെ മൂടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു തടസ്സവും അവിടെ ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് ഇത്തരം വാർത്തകൾ, തീർത്തും തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ശ്മശാനത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലൊരു ഇന്നലെ പ്രതിപക്ഷ പാർട്ടിയുടെ അവിടെ അവർ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായി. പക്ഷേ ഈ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോഴും അവർ വസ്തുത എന്താണെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. വസ്തുത വിരുദ്ധമായിട്ട് തന്നെയാണ് നമ്മൾ തീർത്തും ശരിയായ രീതിയിൽ തന്നെയാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ഇപ്പോഴും വീണ്ടും മീഡിയകളിലൂടെ ഇങ്ങനെ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർത്തും തെറ്റായിട്ടുള്ള, ഇപ്പോൾ ഇലക്ഷൻ അടുപ്പിച്ചുള്ള ഒരു തെറ്റായിട്ടുള്ള വാർത്ത മാത്രമാണിതെന്നാണ് പറയാനുള്ളത്. കോളയാട് ടൗണിലാകെ ഗുരുതരമായ മാലിന്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്ന ഒരു പ്രശ്നത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ കണ്ട് പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളതെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M. റിജി, വൈസ് പ്രസിഡന്റ് K. സുധീഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ P. സുമേഷ്, T. ജയരാജൻ മാസ്റ്റർ, P. ഉമാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മലയോര ഹൈവേയുടെ ഭാഗമായ ചേന്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി നടത്തുന്നത് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന് പരാതി. നാട്ടുകാരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മലയോര ഹൈവേയുടെ ഭാഗമായ ചേന്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി നടത്തുന്നത് നിലവിലെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാണെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പാലത്തിൽ നിന്നും റോഡ് നേർരേഖയിൽ നിർമ്മിക്കേണ്ടതിനു പകരം അല്പം വളച്ചാണ് നിർമ്മിക്കുന്നതെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്.
ഇത് അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനുള്ള സാധ്യതയേറെയാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്യേണ്ട വൈദ്യുതി പോസ്റ്റ് നീക്കം ചെയ്യാതെ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ശ്രമം നടക്കുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. കൂടാതെ വളവുകൾ നിറഞ്ഞ പ്രദേശത്ത് ആവശ്യത്തിന് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇവ പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായില്ലെങ്കിൽ മലയോര ഹൈവേയിൽ കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങളാണെന്നും ബന്ധപ്പെട്ട അധികൃതരുടെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. മലയോര ഹൈവേയുടെ റോഡ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് മാറ്റിയെടുത്തുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു 60-70 സെൻറ്റിമീറ്റർ ഇങ്ങനെ പൊങ്ങി വരേണ്ട സ്ഥലമായിരുന്നു. ലാസ്റ്റ് പോയിന്റിൽ 40 സെൻറ്റിമീറ്റർ പൊക്കാം എന്നാണ് അന്ന് പറഞ്ഞത്. ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് കോൺട്രാക്ടർ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനി പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും വന്ന് ബഹളമാക്കുന്ന സ്ഥിതിക്കാണ് ഇവർ ഇത്രയെങ്കിലും ആക്കി വെച്ചത്. ഇപ്പം റോഡിൽ തന്നെയാണ് കറണ്ടിൻ്റെ പോസ്റ്റുള്ളത്. അത് മാറ്റുക. ഈ സൈൻ ബോർഡുകൾ പല സ്ഥലത്തും വെച്ചിട്ടില്ല, അത് ഉടനെ വെക്കുക. അപകടം ഉണ്ടായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. കാരണം അപകടം നടന്ന് നമ്മളാണ് ഓടിക്കൊണ്ടതും രക്ഷാപ്രവർത്തനം നടത്തേണ്ടതും. ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ അനുഭവം ഒഴിവാക്കി എത്രയും വേഗം ഈ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഹൈവിഷൻ ന്യൂസ്, കാക്കനാട്. കോളയാട് മഖാം ഷെരീഫ് ഉറൂസ് മുബാറക് ഏപ്രിൽ 28 തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ 30 വരെ കോളയാട് ഖുവത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പേരാവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോളയാട് മഖാം ഷെരീഫ് ഉറൂസ് മുബാറക് ഏപ്രിൽ 28 മുതൽ 30 വരെ കോളയാട് ഖുവത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പേരാവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ കോളയാട് മഖാം ഷെരീഫ് ഉറൂസ് മുബാറക് ഈ മാസം ഏപ്രിൽ 28, 29, 30 തീയതികളിൽ നമ്മുടെ കോളയാട് ഖുവത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. 10-25 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഉറൂസാണ് ഇപ്രാവശ്യവും നമ്മൾ വിപുലമായി നടത്തുന്നത്. ആദ്യത്തെ ദിവസം ഉദ്ഘാടന ദിവസം നമ്മുടെ മഹല്ല് ഖത്തീബ് അബ്ദുൽ നാസർ ദാരിമി കട്ടിപ്പാറ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അന്നത്തെ ദിവസം തന്നെ ഒരു ഉത്ബോധന പ്രസംഗവും ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഫദലുർ റഹ്മാൻ ഫൈസി കൊടുവള്ളി ഉസ്താദ് അവറുകളാണ് ഒരു ഉത്ബോധന പ്രസംഗം നടത്തുന്നത്. ആ ദിവസം തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അസരി ഉസ്താദ് അവറുകളാണ്. അതേപോലെ 29-ാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ ഉറൂസിൻ്റെ രണ്ടാമത്തെ ദിവസം അന്ന് വൈകിട്ട് 7 മണിക്ക് തുടങ്ങുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഹാഫിസ് ഇല്യാസി സക്കാഫി മാടന്നൂർ ഉസ്താദ് അവറുകളാണ്. അതേപോലെ അന്നത്തെ ദിവസം തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹു ഖലീൽ ഹുദബി കാസർഗോഡ് ഉസ്താദ് അവറുകളാണ്. ഏപ്രിൽ 30 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മൂസ മൗലവി ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ അന്നത്തെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട വാരിസ് ഹുദവി താനൂർ ഉസ്താദ് അവറുകളാണ്. അതിനുശേഷം അന്നദാനം എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും എല്ലാ മതസ്ഥർക്കും എല്ലാ നാട്ടുകാർക്കും നമ്മൾ അന്നദാന വിതരണം ചെയ്യുന്നതാണ്. അന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സാദിഖ് മഹമ്മൂദി വിളയിൽ ഉസ്താദ് അവറുകളാണ്. അന്ന് തന്നെ അതിനുശേഷം മോട്ടിവേഷൻ സ്പീച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മോട്ടിവേറ്ററായ രംഗീഷ് കടവത്ത്, അദ്ദേഹം കേരള പോലീസ് ഓഫീസറാണ്. അദ്ദേഹമാണ് നമുക്ക് മോട്ടിവേഷൻ സ്പീച്ച് ക്ലാസ് തരുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി റഹ്മാനി പള്ളിക്കൽ ഉസ്താദിൻ്റെ ആത്മീയ പ്രാർത്ഥനാ സദസ്സോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കുന്നതാണ്.
ഏപ്രിൽ 28-ന് അസർ നിസ്കാരാനന്തരം നെല്ലേരി അബ്ദുള്ള ഹാജി പതാക ഉയർത്തും. തുടർന്ന് മഖാം സിയാറത്ത്. രാത്രി 7 മണിക്ക് നടക്കുന്ന മതവിജ്ഞാന സദസ്സ് KMJ ഖത്തീബ് അബ്ദുൽ നാസർ ദാരിമി കട്ടിപ്പാറ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പേരോട് മുഹമ്മദ് അസേരി മതപ്രഭാഷണം നടത്തും. 29-ന് നടക്കുന്ന പരിപാടികൾ ഹാഫിസ് ഇല്യാസ് സഖാഫി മാടന്നൂർ ഉദ്ഘാടനം ചെയ്യും. ഗലീൽ ഹുദവി കാസർഗോഡ് മതപ്രഭാഷണം നടത്തും. ഏപ്രിൽ 30-ന് ബുധനാഴ്ച പേരാവൂർ ഖത്തീബ് മൂസ മൗലവി ഉദ്ഘാടനം ചെയ്യും. വാരിസ് ഹുദവി താനൂർ മതപ്രഭാഷണം നടത്തും. തുടർന്ന് അന്നദാനം നടക്കും. ദിക്ർദുആ മജ്ലിസിന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി റഹ്മാനി പള്ളിക്കൽ നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഫൈസൽ കയത്തിൽ, കൺവീനർ TP മസ്ഹൂദ്, KK റഫീഖ്, A റഹീം, MB മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കണ്ണവം ഹിദായ ഡസനിയത്ത് ഇബ്രാഹിം ഹാജി കൊളയാടിന്റെ അധ്യക്ഷതയിൽ ഹിദായ പ്രിൻസിപ്പൽ ഷൗക്കത്ത് ബാഖവി ഉദ്ഘാടനം ചെയ്തു. കണ്ണവം ഹിദായ ഡസനിയത്തിന് തുടക്കമായി. ഇബ്രാഹിം ഹാജി കോളയാടിന്റെ അധ്യക്ഷതയിൽ ഹിദായ പ്രിൻസിപ്പൽ ഷൗക്കത്ത് ബാഖഫി ഉദ്ഘാടനം ചെയ്തു. സമസ്ത നീലഗിരി ജില്ലാ സെക്രട്ടറി ദേവർശാല അബ്ദുൽ സലാം മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. ആളുകൾ യജമാനനായ റബ്ബ് ഉണ്ടോ ഇല്ല ചർച്ച ചെയ്യുന്ന കാല, റസൂലുള്ളാഹിനെ കുറിച്ച് ആവശ്യമുണ്ടോ ഇല്ല ചർച്ച ചെയ്യുന്ന കാല, എന്നാ പിന്നെ മുത്തഅല്ലിമീങ്ങളെ കുറിച്ചും പറയും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത് അല്ലാഹുവിന്റെ ഹബീബ് തുടക്കം കുറിച്ച ദർസിന്റെ സന്തതികളാണ്. അതുകൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു, ഈ മക്കളെ നിങ്ങൾ സഹായിക്കുന്നവരാണ്. എല്ലാ മാതാപിതാക്കൾക്കും അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ഇതിന് പൊന്നുമക്കളെ വളർത്തുമ്പോൾ നല്ല ചെലവുകളൊക്കെ വരും. ഞാൻ കൂടെ ചോദിക്കും, ഒറ്റ കൊല്ലം ഇതിപ്പോ ഏതാ മാസം? ഏപ്രിലല്ലേ? ഡസനിയത്തിന്റെ ഭാഗമായി സൗഹൃദ ചായയും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ലഹരി വിമുക്ത പ്രതിജ്ഞയും നടക്കും. ചടങ്ങിൽ നിരവധി പേർ പങ്കാളികളായി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കൊറിയൻ തൈക്കോണ്ടോ താങ്ത മണിപ്പൂരി ആയോധന കലകളുടെ സൗജന്യ ക്ലാസ് ഇരട്ടിയിൽ ആരംഭിച്ചു. കൊറിയൻ തൈക്കോണ്ടോ, തങ്ത മണിപ്പൂരി ആയോധനകല, ഗഡ് പഞ്ചാബി മാർഷൽ ആർട്സ് എന്നീ ദേശീയ ഗെയിംസ്, ഖേലോ ഇന്ത്യ, ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി, CBSE സ്കൂൾ ഗെയിംസ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നിവയിലുള്ള മത്സര ഇനങ്ങളായ ആയോധനകലയാണ്. ഒക്ടോബറിൽ ഗോവയിൽ വെച്ച് നടക്കുന്ന 31ാമത് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇരട്ടി വ്യാപാര ഭവനിൽ വെച്ച് പരിശീലനം നൽകുന്നത് എന്ന് തങ്ത അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ജീവൻ രാജ് പറഞ്ഞു. ഇന്നിപ്പോൾ ഇരട്ടിയിൽ ആരംഭിച്ച ക്ലാസ് കരാട്ടെ, തൈക്കോണ്ടോ, കൂഡോ, ജാപ്പനീസ് ആൻഡ് കൊറിയൻ മാർഷൽ ആർട്സ് ആണ് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഒന്നായിട്ട് ഇപ്പോൾ തുടങ്ങിയത് മണിപ്പൂരി ആയോധനകല തങ്ത ആൻഡ് ഗഡ്ക. ഇത് രണ്ടും ദേശീയ ഗെയിംസിലും ഖേലോ ഇന്ത്യയിലും CBSEയിലും സ്കൂൾ ഗെയിംസിലുള്ള മത്സരയിനമായ ഗെയിമാണ്. ഇത് കേരളത്തിൽ വന്നിട്ട് ഒരു 3 വർഷമായുള്ളൂ. അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളിപ്പോൾ 2-3 വർഷമായി ഖേലോ ഇന്ത്യയിൽ പങ്കെടുക്കുന്നു. ഇവിടെ കഴിഞ്ഞ വർഷം ഖേലോ ഇന്ത്യയിൽ പങ്കെടുത്തതാണ്. ഗഡ്കക്ക് പ്രതിനിധിച്ചിട്ട് പിന്നെ തമിഴ്നാട്ടിൽ നടന്ന 8ാമത് ഖേലോ ഇന്ത്യയിൽ കേരളത്തിന് പ്രതിനിധിച്ച് പങ്കെടുത്തതാണ്. അതുപോലെ ടെസ, പിന്നെ കൂടുതൽ ഒരു പ്രാവശ്യം ഗോൾഡ് മെഡൽ, ഒരു പ്രാവശ്യം ബ്രോൺസ് മെഡൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അടിച്ച ആൾക്കാരാണ്. എല്ലാ ദേശീയ തലത്തിലുള്ള കുട്ടികളാണ്. ഇപ്പോൾ ഇരിട്ടിയിൽ കുറേ വർഷം ഇങ്ങനെ ക്ലാസ് ആരംഭിക്കും. മുമ്പ് തന്നെ ക്ലാസ് ഇരിട്ടിയിലുണ്ടായിരുന്നു. കുറേ വർഷം 1985 വിശ്വഭാരതി കോളേജിൽ തുടങ്ങിയതാണ്. പിന്നീട് തൈക്കോണ്ടിലേക്ക് പോയി. ഇപ്പം ഞാൻ തന്നെ 2 ഗെയിം ഇവിടെ കൊണ്ടുവന്നു. പഞ്ചാബി ആയോധനകലയും ഗഡ്കയും തങ്ത എന്ന മണിപ്പൂരി ആയോധനകലയും. ഇപ്പോൾ അടുത്ത മാസം ഖേലോ ഇന്ത്യ ബീഹാറിൽ വെച്ച് നടക്കുക. ഞങ്ങളെ കേരളത്തിൽ 2 കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 4 മുതൽ 15 വരെ ബീഹാറിലെ പാറ്റ്ന ഗയയിലാണ് ഖേലോ ഇന്ത്യ. കേരള ടീമിന് എൻ്റെ 2 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ചായിട്ട് ഞാനാണ് പോകുന്നത്. ഇത് നല്ല സാധ്യതയുള്ള ഗെയിമാണ്. കരാട്ടെ തൈക്കോണ്ടിനേക്കാൾ സാധ്യതയുള്ള ഗെയിമാണ് ഗഡ്ക തങ്ക എന്ന് പറയുന്നത്. അതിന് ഒരു ദേശീയ ലെവലിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 82 കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റും. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്പോർട്സ് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എന്ന് പറയുക ഖേലോ ഇന്ത്യ പങ്കെടുത്താൽ ഈ വർഷം മുതൽ ഗോൾഡ് അടിക്കുന്ന കുട്ടിക്ക് 5 ലക്ഷം രൂപയാണ്. സിൽവർ അടിക്കുന്ന കുട്ടിക്ക് 3 ലക്ഷം രൂപയും ബ്രോൺസ് അടിക്കുന്ന കുട്ടിക്ക് 2 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത കുട്ടിക്ക് ഈ വർഷം പിന്നെ മെഡലടിച്ച കുട്ടികൾക്ക് പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു. പിന്നെ ജോലി സാധ്യതയുണ്ട്. ഖേലോ ഇന്ത്യയിൽ മെഡലടിക്കുന്ന എല്ലാ കുട്ടികൾക്കും 18 വയസ്സ് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി ഉറപ്പാണ്. പക്ഷെ അതൊന്നും ഇവിടുത്തെ ആൾക്കാർ അറിയുന്നില്ല. നമ്മളെ അറിയാണ്ട് ഏതെങ്കിലും ഒരു ഗെയിമിൽ പോയി ചേരുക, സാധ്യതയുള്ള ഗെയിം പഠിക്കുക. കുട്ടികൾക്ക് എന്താണോ ഇതിനൊക്കെ അവസരങ്ങൾ, അത്തരത്തിലുള്ള ഗെയിം പഠിച്ചാൽ മാത്രമേ ഇനി നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ജോലി കിട്ടാനും അതിൽ ഗ്രേസ് മാർക്ക് കിട്ടാനും
പിന്നെ സ്പോർട്സ് കോട്ട കിട്ടാനും സാധ്യതയുണ്ട്. ഈ 2 ഗെയിമും വളരെ സാധ്യതയുള്ള ഗെയിമാണ്. ഹൈവിഷൻ ന്യൂസ് ഇരട്ടി. ഗോ ആധാരിത ഉൽപ്പന്ന നിർമ്മാണ പരിശീലന ക്യാമ്പ് ഏപ്രിൽ 27 ഞായറാഴ്ച കൈരാതികിരാത ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് ഗോസേവാ സമിതി കണ്ണൂർ വിഭാഗം സംയോജകൻ സജീവൻ ആറളം പറഞ്ഞു. നാടൻ പശുവിൻ്റെ ഗവ്യങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള വളങ്ങൾ, കീട നിയന്ത്രണികൾ, വിവിധ തരത്തിലുള്ള നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുവാനും വിപണനത്തിനുമുള്ള സൗജന്യ പരിശീലനം ഏപ്രിൽ 27 ഇരട്ടി കൈരാതികിരാത ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പരിശീലന പരിപാടി. മണ്ണിനെ ഫലഭൂഷ്ടിമാക്കാൻ ഗോ ആധാരിക ജൈവ കൃഷി നിർബന്ധമാക്കുക, വിഷാംശമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നാടൻ പശുക്കളെ സംരക്ഷിക്കുക തുടങ്ങിയവ പരിശീലന പരിപാടികളുടെ ലക്ഷ്യമാണെന്നും ഗോ സേവാ സമിതി കണ്ണൂർ വിഭാഗം സംയോജകൻ സജീവൻ ആറളം പറഞ്ഞു. ഈ വരുന്ന ഏപ്രിൽ മാസം 27-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൈരാതികിരാത ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാടൻ പശുവിൻ്റെ ഗവ്യങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനവും, മണ്ണിനെ പരിപോഷിപ്പിക്കുക, കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ജൈവ വളങ്ങൾ നിർമ്മിക്കുന്ന പരിശീലന ക്യാമ്പ് നടത്തുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശങ്ങൾ ഉണ്ടാവുകയും അതിൽ കൂടി മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം വിമുക്തി നേടുവാൻ വേണ്ടി ആരോഗ്യമുള്ള വ്യക്തികളിൽ കൂടി ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, ജൈവ വളങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നാടൻ പശുവിൻ്റെ ഗവ്യങ്ങളിൽ നിന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, നമുക്ക് രാവിലെ പല്ല് തേക്കുന്ന പേസ്റ്റ്, കുളിക്കുന്ന സോപ്പ്, അതുപോലെ തന്നെ നിലം തുടക്കുന്ന ലോഷൻ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഭസ്മം, അതുപോലെ തന്നെ ചന്ദനത്തിരികൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനവും, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജൈവവളങ്ങളുടെ നിർമ്മാണവും, കൃഷിയെ കാർന്നു നിന്ന കീടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള കീടനിയന്ത്രണികൾ തുടങ്ങിയവയുടെ പരിശീലനങ്ങൾ സൗജന്യമായി നൽകുന്നതാണ്. ആ പരിശീലനത്തിലേക്കായി നല്ലവരായ ജൈവ കർഷകരെയും അതുപോലെ തന്നെ ഗോപരിപാലകരെയും ആ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹൈവിഷൻ ന്യൂസ് ഇരട്ടി. ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ അധ്യാപക അനധ്യാപക കൂട്ടായ്മയുടെ കുടുംബസംഗമവും ജനറൽ ബോഡിയും സ്കൂളിൽ വെച്ച് നടന്നു. ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ അധ്യാപക അനധ്യാപക കൂട്ടായ്മയുടെ കുടുംബസംഗമവും ജനറൽ ബോഡി യോഗവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാബലം. അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വിദ്യയുടെ വെളിച്ചം വിതരണം ചെയ്യുന്ന ആ മേഖലയുടെ അധ്യാപക ദൗത്യത്തിന്റെ പ്രാധാന്യം തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ആളുകൾ, വലിയൊരു സംഖ്യ ആളുകളിവിടെ പൂർവ്വാധ്യാപകർ എന്ന നിലയിൽ അതിനടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത ചുരുക്കം പേരുള്ളൂ. എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി. ഇവിടെ പറഞ്ഞു, ബന്ധങ്ങളാണ് ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. ലൈഫ് ഈസ് റിലേഷൻഷിപ്പ്. ജീവിതം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളാണ്. നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കണം. ഇന്ന് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സാമാന്യ അധ്യാപക സേവന മേഖലയിൽ ഉള്ളവരെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജീവിതം തന്നെ വിജയിച്ചവരാണ്. മിക്കവാറും ദമ്പതിമാരായിരിക്കും, ഭാര്യ ഭർത്താക്കന്മാർ അധ്യാപകരായിരിക്കും. മക്കളെ സാമാന്യനെ നന്നായിട്ട് പഠിപ്പിക്കാനും നല്ല ജീവിത മേഖലകളിൽ എത്തിക്കാനും സാമാന്യന അധ്യാപകർക്ക് സാധിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നും അതുപോലെ തന്നെ വലിയ ആഡംബരത്തിലല്ലാതെ സാമാന്യ സൗകര്യങ്ങളിൽ ജീവിക്കാനുള്ള ഒരു പരിശീലനം എന്നെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരെ ഞാൻ ഓർമ്മിക്കുകയാണ്. രാവിലെ പറമ്പിൽ പണിയെടുത്തിട്ട് രാവിലെ അവരുടെ വീട്ടുപറമ്പിൽ തോമ്പയെടുത്ത് കിടച്ചിട്ടാണ് അവർ 8-9 മണിയാകുമ്പോൾ കുളിച്ച് റെഡിയായിട്ട് സ്കൂളുകളിലേക്ക് വന്ന ആളുകളെ എനിക്കറിയാം. ജീവിത വിജയം കൈവരിച്ചവരാണ്. അധ്വാനത്തിലൂടെ കൂട്ടായ്മയിലൂടെ ജീവിത വിജയം കൈവരിച്ചവരാണ്. എങ്കിൽ പോലും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മാറി അണുകുടുംബങ്ങളായി, അതുപോലെ മക്കൾ
അധികം പേരും വിദേശത്ത് ജോലി ചെയ്യുന്ന സാഹചര്യം വന്നു. അതിനെല്ലാം പശ്ചാത്തലത്തിൽ വീടുകളിൽ ചെറിയ ഒറ്റപ്പെടലുകൾ സ്വാഭാവികമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് വീടുകളിലുണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ സ്വാഭാവികമാണ്. ആ ഒറ്റപ്പെടലുകളിൽ നിന്ന് മോചനം നേടണമെങ്കിലും ഇത്തരത്തിലുള്ള സ്നേഹക്കൂട്ടായ്മ അധ്യാപകരുടെ ഒരു റിട്ടയർഡ് അധ്യാപക അനധ്യാപിക കൂട്ടായ്മ പ്രസിഡന്റ് AJ ബേബി അധ്യക്ഷത വഹിച്ചു. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത, സിനിമാ സംവിധായകൻ MC ജിതിനെ അനുമോദിച്ചു. കൗൺസിലർ PP ജയലക്ഷ്മി, സ്കൂൾ മാനേജർ KT അനൂപ്, പ്രിൻസിപ്പൽ KV സുജേഷ് ബാബു, പ്രധാന അധ്യാപകൻ M പുരുഷോത്തമൻ, റിട്ടയർഡ് അധ്യാപക അനധ്യാപിക കൂട്ടായ്മ ട്രഷറർ M ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ് ഇരിട്ടി. പെണ്ണില്ലം എഴുത്തിടം പബ്ലിക്കേഷൻ ഇരിട്ടി അണ്ടർ വാട്ടർ ടണൽ എക്സിബിഷൻ സ്റ്റാളിൽ ആരംഭിച്ചു. പെണ്ണില്ലം എഴുത്തിടം പബ്ലിക്കേഷൻ ഇരിട്ടി അണ്ടർ വാട്ടർ ടണൽ എക്സിബിഷൻ സ്റ്റാളിൽ ആരംഭിച്ചു. പുസ്തകശാല എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി അണ്ടർ വാട്ടർ ടണൽ എക്സിബിഷൻ ഹാളിൽ പെണ്ണില്ലം എഴുത്തിടം, നമുക്കെല്ലാം അറിയുന്നത് പോലെ 62 പുസ്തകങ്ങൾ ഒരുമിച്ച് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ പ്രസിദ്ധീകരിച്ച് നമ്മുടെ എല്ലാം നാട്ടുകാരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ പെണ്ണില്ലം എഴുത്തിടത്തിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ഈ ബുക്ക് സ്റ്റാള്. ഈ ബുക്ക് സ്റ്റാൾ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർക്കെല്ലാം അഭിമാനകരമായ ഒരു പിടി എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് പെണ്ണില്ലം എഴുത്തിടം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു പുതിയ സംരംഭം എന്നുള്ള നിലയ്ക്ക് ഈ ബുക്ക് സ്റ്റാൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഏറെ സന്തോഷമുണ്ട്. ഇവരുടെ കൂട്ടായ്മ, കേരളത്തിലുടനീളമുള്ള എഴുത്തുകാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഇവരുടെ കൂട്ടായ്മ അതിശക്തമായിട്ടുള്ള എഴുത്തുകാരുടെ വലിയൊരു മുന്നേറ്റമാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ഷാർജയിലുമെല്ലാം ഇവർ ഒട്ടനവധിയായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ എഴുത്തിടത്തിൻ്റെ വകയായിട്ടുള്ള റേഡിയോ, അതുപോലെ ഒട്ടനവധിയായ പരിപാടികൾ പെണ്ണില്ലം എഴുത്തിടം കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകമായി ഹൃദയാഭിവാദ്യം ചെയ്യുന്നു. പെണ്ണില്ലം ജനറൽ സെക്രട്ടറി രാജി അരവിന്ദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ OC ജിൻസി, K ജാനകി, ഷെൽന തുളസിറാം, ജീന ലാൽ, വിദ്യാ വിമൽ, ഉഷ ഗോപാലകൃഷ്ണൻ, ലിസി കല്ലട, ഗോപാലകൃഷ്ണൻ, സുജേഷ്, അരവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ് ഇരിട്ടി. ആറളം ഭൂവകാശ പ്രക്ഷോഭത്തിന്റെ 19ാം വാർഷികാഘോഷം വളയംചാലിൽ വെച്ച് നടന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ഗോത്രജനസഭയുടെയും ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന ആറളം ഭൂവകാശ പ്രക്ഷോഭത്തിന്റെ 19ാം വാർഷികാഘോഷമാണ് വളയംചാലിൽ വെച്ച് നടന്നത്. വാർഷികാഘോഷം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി ആറളം ഫാം ഭൂവകാശ പ്രക്ഷോഭത്തിന്റെ 19ാമത് വാർഷികവും മുത്തപ്പൻ വെള്ളാട്ടവും ഗോത്രപൂജയും ഇവിടെ നടത്തുമ്പോൾ ആ പരിപാടിയിൽ സംബന്ധിക്കുന്നത് നിങ്ങളെപ്പോലെ എനിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ആദിവാസികൾക്ക് വേണ്ടി ജീവിക്കുന്നതിനാവശ്യമായ കിടപ്പാടം, അവർക്ക് തലച്ചയക്കാൻ ഭൂമി, വീട് വെക്കാൻ ഒരിടം എന്നത് ദീർഘനാളത്തെ ഒരാവശ്യമായിരുന്നു. അതിനുവേണ്ടി നടത്തിയ സമരങ്ങൾക്ക് 19 വർഷത്തിന്റെ പഴക്കമുണ്ട്. ആ സമര പോരാട്ടങ്ങളിൽ നേതൃത്വം നൽകിയ നേതാക്കന്മാരും സംഘടനകളും അതിനണിനിരുന്ന പ്രവർത്തകരും ജനവിഭാഗങ്ങളുമാണ്. അതിന്റെ ഫലമായി ഭൂമി ലഭിച്ചുവെങ്കിൽ അതിൽ സന്തോഷിക്കുന്നവർ. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ അധ്യക്ഷനായി. M ഗീതാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V ശോഭ, PK കരുണാകരൻ, K സതീശൻ, TC കുഞ്ഞിരാമൻ, ഭാസ്കരൻ തലക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ് ഇരിട്ടി. പേരാവൂർ ഇരിട്ടി റോഡിൽ കല്ലേരിമല പെട്രോൾ പമ്പിന് സമീപത്തെ വളവിൽ സുരക്ഷാ വേലിയില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ പ്രദേശത്ത് നിരവധി അപകടങ്ങൾ നടന്നിട്ടും പൊതുമരാമത്ത് വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പേരാവൂർ ഇരിട്ടി റോഡിൽ കല്ലേരിമല പെട്രോൾ പമ്പിന് സമീപത്തെ വളവിൽ സുരക്ഷാ വേലിയില്ലാത്തതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഇതിനകം തന്നെ നിരവധി അപകടങ്ങൾ ഈ പ്രദേശത്ത് നടന്നിട്ടും പൊതുമരാമത്ത് വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മഴക്കാലമാകുന്നതോടെ അപകട സാധ്യത കൂടുതൽ വർദ്ധിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം.
ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പൂളക്കുറ്റി അംഗനവാടിയിൽ നിന്നും 35 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഹെൽപ്പർ പുന്നേരി ഓമനയ്ക്ക് യാത്രയയപ്പ് നൽകി. പൂളക്കുറ്റി സെന്റ് മേരീസ് ദേവാലയ പാരിഷ് ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ പൂളക്കുറ്റി അംഗൻവാടിയിൽ 35 വർഷത്തോളമായി ഹെൽപ്പറായി ജോലി ചെയ്തിരുന്ന ഓമന പുന്നേരിക്ക് യാത്രയയപ്പ് നൽകി. പൂളക്കുറ്റി സെന്റ് മേരീസ് ദേവാലയ പാരിഷ് ഹാളിൽ നടത്തിയ യാത്രയയപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം ഷോജറ്റ് ചന്ദ്രൻകുന്നേലിന്റെ അധ്യക്ഷതയിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. അതിനും കൂടെ പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ജോസിയേട്ടനോട് വന്നപ്പോൾ ഞാനാണ് സ്വാഗതം പറയുന്നത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെപ്പറ്റി പൊക്കി പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസിയേട്ടൻ എന്നെപ്പറ്റി പൊക്കി പറഞ്ഞത്. അതെയോ? അപ്പോൾ എന്താണെങ്കിലും ഈ നാട്ടിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഉരുൾപൊട്ടലിന് ശേഷം നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് പൂളക്കുറ്റിയിലാണ്. ഇപ്പോൾ നമ്മുടെ അംഗനവാടികൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജോസിയേട്ടൻ്റെ കാലത്ത് അംഗനവാടി പണിതിന് ശേഷം അവിടെ വെള്ളവും മറ്റ് സൗകര്യങ്ങളും ശിക്ഷത്തോട്ട് പെയിൻറ്റിംഗ് എല്ലാം നടത്തി ആ അംഗനവാടി സുന്ദരമാക്കിയിട്ടുണ്ട്. അംഗനവാടി സുന്ദരമാക്കുമ്പോൾ അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ അധ്യാപനവും ഒക്കെ സുന്ദരമായി മാറിയിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ അംഗനവാടികളെല്ലാം നല്ല സമൂഹത്തിലെ കുട്ടികൾക്കെല്ലാം എത്തിച്ചേരാൻ പറ്റുന്ന, എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഇടമായി നമ്മൾ മാറാം. ഒരു പൊതു ഇടമാണ് നമ്മുടെ അംഗനവാടി എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം രൂപപ്പെടുന്നത് തന്നെ അംഗനവാടി കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ്. നമ്മുടെ കുട്ടികളെ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വിടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കുട്ടികൾ എത്തുന്നത് 3-ാമത്തെ വയസ്സിൽ അംഗനവാടികളിലേക്കാണ്. അവിടെ വരാതെ ഒരു കുട്ടി എങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ പരിചാലനങ്ങളിലേക്കാത്ത ആരും നമ്മുടെ നാട്ടിലുണ്ടാകുന്നില്ല, നമ്മുടെ പഞ്ചായത്തിൻ്റെ നാട്ടിലുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഈ സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്തവരാണ്, ഏറ്റവും കൂടുതൽ സേവനം ചെയ്തവരാണ് അവരെ. ഇടവക വികാരി ഫാദർ മാർട്ടിൻ വരിക്കനാനിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. KM ജോസ്, JH നവീന, ICDS സൂപ്പർവൈസർ ലിനി വർഗീസ്, ഷാജി തെക്കേക്കാട്ടിൽ, അനിൽകുമാർ TR, റെജി കുഴിക്കാട്ട്, മഞ്ജു വർഗീസ്, ജൂലി, പൂളക്കുറ്റി അംഗൻവാടി വർക്കർ ജിജി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പൊന്നേരി ഓമന മറുപടി പ്രസംഗവും നടത്തി. 5 വർഷമായി ഞാൻ ഈ പൂളക്കുറ്റി അംഗൻവാടിയിൽ 1991 കയറിയതാണ്. അപ്പോൾ ഷീല ടീച്ചറായിരുന്നല്ലോ, കുട്ടികളുടെ ഷീല ടീച്ചർ. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഫിലോമിന ടീച്ചർ വന്നു. ഫിലോമിന ടീച്ചർ വന്നപ്പോൾ ഞാൻ ടീച്ചർമാർ ഇടയ്ക്ക് ടീച്ചർ പ്രസവാവധി അങ്ങനെയൊക്കെ എടുക്കുമ്പം റീന ടീച്ചർ. അംഗൻവാടി വെൽഫെയർ കമ്മിറ്റിയുടെയും രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഓമന പുന്നേരിക്ക് ഉപഹാരവും നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരിട്ടി നഗരസഭ CDS പൊതുസഭാ അരങ്ങ് 2025 ഇരിട്ടി M2H ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. ഇരിട്ടി നഗരസഭ CDS പൊതുസഭ അരങ്ങ് 2025 ഇരിട്ടി M2H ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ച് പോകാനും നമ്മുടെ ഈ വർഷം വെച്ച പദ്ധതി 100% വിജയിപ്പിക്കാൻ കുടുംബശ്രീയിൽ മാത്രമേ കഴിയൂ. വേറെ ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കും. വനിതാ പ്രൊജക്റ്റിൽ വെക്കുന്ന പദ്ധതി കുടുംബശ്രീയിൽ മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. ഈ പ്രാവശ്യം വെച്ച 7 പദ്ധതികളുണ്ട്. കൃത്യമായി അവലോകനം ചെയ്തിട്ടാണ് നമ്മൾ ആ പദ്ധതി വെച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ തന്നെ വാർഡ്സഭ വിളിച്ചു. ആ വാർഡ്സഭയിനകത്ത് എല്ലാവരും പങ്കെടുക്കുക. അതിൽ ഏത് ADSനാണ് അത് നടത്താൻ സാധിക്കുകയെന്ന് വെച്ചാൽ അത് ഏറ്റെടുക്കുക. നമ്മുടെ നഗരസഭയിൽ ഒരു മുതൽക്കൂട്ടാകുന്ന തരത്തിൽ കുടുംബശ്രീ സംരംഭം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഉള്ള സംരംഭങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അതിൽ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ ഇരുന്നിട്ട് സംസാരിച്ച് ഇനി എന്താണ് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഒരു സംരംഭത്തിൽ എന്തെങ്കിലും ചെറിയ നിലയില്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്തുകൊണ്ട് ആ 10 ആളെയായാലും 5 ആളെയായാലും സംരക്ഷിച്ചുകൊണ്ട് ഒരു ജോലി അത്യാവശ്യമായിട്ട് കൂടി ആ തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ പൊതുസഭയിൽ ഇത്രയും ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ കൃത്യമായി ചർച്ച ചെയ്യുക. പിന്നെ നമ്മുടെ കായികപരമായിട്ടുള്ള മത്സരം നടത്തിയതിൻ്റെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ അനേകം ചേർന്ന അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത അരങ്ങിലേക്ക് എല്ലാവരും നല്ല സന്നദ്ധരായി ഇന്നത്തെ ഉച്ചക്കേശത്തെ അരങ്ങ് പരിപാടി വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ അരങ്ങിൽ പരിപാടിയിൽ പങ്കെടുക്കുകയും ജില്ലാതലത്തിൽ നഗരസഭ തന്നെ ഫസ്റ്റ് വാങ്ങാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വന്നിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരും പരിപാടി ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി CDS ചെയർപേഴ്സൺ സ്മിത അധ്യക്ഷത വഹിച്ചു.
വൈസ് ചെയർമാൻ PP ഉസ്മാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK ഫസീല, ജ്യോതിർലത, രജനി, പ്രസന്ന എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി. പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രൈമറി വിഭാഗത്തിനായി സ്മൈലി സമ്മർ എന്ന പേരിൽ നടത്തിയ പഞ്ചദിന ക്യാമ്പ് സമാപിച്ചു. പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി സ്മൈലി സമ്മർ എന്ന പേരിൽ നടത്തിയ പഞ്ചദിന ക്യാമ്പിനാണ് ശനിയാഴ്ച സമാപനമായത്. സമാപന ദിവസം നടന്ന വാർലി പെയിന്റിംഗ് വർക്ക് എക്സ്പീരിയൻസ് പരിശീലനത്തിന് അധ്യാപകരായ MR മഞ്ജുഷ, KV ജയശ്രീ, P സരള, P നളിനി, N ധ്യാന എന്നിവരും മറ്റ് അധ്യാപകരും നേതൃത്വം നൽകി. 100-ലധികം വിദ്യാർത്ഥികളാണ് 5 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ പങ്കെടുത്തത്. ഹൈവിഷൻ ന്യൂസ്, കാക്കയങ്ങാട്. പുത്തലം അമ്പലക്കണ്ടി വൈരിഘാതകൻ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി സഹസ്രദീപ സമർപ്പണം നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. പുത്തലം അമ്പലക്കണ്ടി വൈരിഘാതകൻ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായായിരുന്നു സഹസ്രദീപ സമർപ്പണം നടത്തിയത്. ഭക്തരുടെയും നാടിൻ്റെയും സർവൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സർവാഭീഷ്ട സിദ്ധിക്കും സന്താനലബ്ധിക്കും രോഗശാന്തിക്കും വിദ്യാഭിവൃദ്ധിക്കും വേണ്ടി നടത്തിയ സഹസ്രദീപ സമർപ്പണ ചടങ്ങിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ആരെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ദീപം സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാം. അടുത്ത ചടങ്ങായി നമ്മുടെ സർപ്പബലിയാണ്. വർഷത്തില് ഒരിക്കൽ മാത്രം നമ്മുടെ ക്ഷേത്രത്തിന് വെച്ച് നടക്കുന്ന വളരെ ബൃഹത്തായ, വളരെ ഔഷധപൂർണമായ, ദൈവികമായ ഒരു ചടങ്ങാണ് നമ്മുടെ സർപ്പബലി. മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചു ഈ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന സർപ്പബലിക്ക് വിശേഷാൽ ചില പ്രത്യേകതകളുണ്ടെന്ന കാര്യം നിങ്ങൾ അറിയിക്കുന്നു. ഓരോരോ വീട്ടിലും വിഷബാധ ഏൽക്കാതെ ഓരോരോ വർഷവും ഈ വർഷം മുഴുവൻ നമ്മളെ കാത്തുരക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സർപ്പബലി ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പറ്റാവുന്നത്തോളം ആളുകൾ ആ സർപ്പബലി ചടങ്ങിലേക്ക് ഒരു റെസീറ്റ് എടുത്തുകൊണ്ട് പങ്കെടുക്കണമെന്നുകൂടി അപേക്ഷിക്കുന്നു. സഹസ്രദീപ സമർപ്പണ ചടങ്ങിന് ക്ഷേത്രം പ്രസിഡന്റ് O ബാലൻ നമ്പ്യാർ, നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ജയപ്രകാശ്, P അജയ്, KM രാജൻ, പ്രേമരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ആറളം ഭൂവകാശ പ്രക്ഷോഭത്തിന്റെ 19ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുത്തപ്പൻ വെള്ളാട്ടം നടന്നു. ആദിവാസി ഗോത്രജനസഭയുടെ നേതൃത്വത്തിൽ നടന്ന ആറളം ഭൂവകാശ പ്രക്ഷോഭത്തിന്റെ 19ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വളയഞ്ചാൽ മുത്തപ്പൻ മടപ്പുരയിൽ വെച്ച് മുത്തപ്പൻ വെള്ളാട്ടം നടന്നത്. നിരവധി ഭക്തജനങ്ങളാണ് വെള്ളാട്ടം കാണാൻ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. മുത്തപ്പൻ കൂടെ കിടന്ന് ചേരുമ്പടിയെടുത്ത് ഈശ്വരപൂർണ്ണമായിട്ട് ഭരതവും വ്യക്തികാനും എൻ്റെ ആളുടെയും എൻ്റെ അച്ഛനമ്മളുടെയും എല്ലാവർക്കും ഭജിക്കുന്നവർക്കല്ല, വന്നവർക്കും നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും മുത്തപ്പൻ്റെ അവിടെ ഭജിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ കൊണ്ട് ശോഭിതമായിരിക്കുന്ന ഫലങ്ങൾ എൻ്റെ പുത്രന്മാർക്ക് മുത്തപ്പന് വേണ്ടി ദേഹാദനം ചെയ്യുന്നുണ്ട്. അല്ലേ, എല്ലാം കൽപ്പിക്കുന്നു മുത്തപ്പ. എന്നാലും മനസ്സിന് സമാധാനം, സന്തോഷമില്ല, സങ്കടാപ്തിയ. ഇതിനൊരു സ്ഥാനങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും മുത്തപ്പനെ കാണണം. പ്രവൃത്തി കിട്ടിയോണ്ട് മുത്തപ്പനെ ഇങ്ങനെ കാണും. അല്ലേ, ജോലി കിട്ടിയോണ്ട് കിട്ടിയെങ്കിൽ ഭവൻ ഇങ്ങനെ കാണൂലേ കണ്ടപടി മുത്തപ്പൻ. അത് വിഷമിക്കണ്ട, നീ ശ്രമിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഫലം ഉണ്ടാക്കി ആഹ്ലാദത്തോട് മുത്തപ്പ എനിക്ക് സാധ്യതയെ മുത്തപ്പനക്ക് കിട്ടിയെന്ന് പറയുന്നത് എൻ്റെ പുത്രന്മാർക്ക് മുത്തപ്പ ദുഃഖിക്കണ്ട, സങ്കടത്തില്ല. ഈശ്വരം കിട്ട കാവലായിട്ട്. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 196, പേരാവൂർ 196, കൊട്ടിയൂർ 196. റബ്ബർ ലോട്ട ഇരിട്ടി 181, പേരാവൂർ 186, കൊട്ടിയൂർ 186. ഒട്ടുപാൽ ഇരിട്ടി 120, പേരാവൂർ 120, കൊട്ടിയൂർ 122. കുരുമുളക് ഇരിട്ടി 660, പേരാവൂർ 680, കൊട്ടിയൂർ 680. കൊട്ടടിക്ക ഇരിട്ടി 350, പേരാവൂർ 350, കൊട്ടിയൂർ 350. കുരുമുളക് ഇരിട്ടി 133, പേരാവൂർ 135, കൊട്ടിയൂർ 135. വർണ്ണത്തേരേറും ശലഭമാ നീ വന്നു അഴകേ. പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിതൂക്കിൽ നരിതൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 9,005, വെള്ളി 10 ഗ്രാമിന് 1,200. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഷ്ടപരിഹാരമില്ല, ഇൻഷുറൻസും. പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം മുടങ്ങിയിട്ട് 3 വർഷം, ഇൻഷുറൻസ് കിട്ടാതെ 1 വർഷം. ഇരിക്കൂർ നഗരമധ്യത്തിലെ വീട്ടിൽ കഞ്ചാവ് വേട്ട, 2.7 കിലോ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റ്. ചരിത്ര നേട്ടത്തിനൊപ്പം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ആദ്യമായി 100% പദ്ധതി വിഹിതം വിനിയോഗിച്ച പഞ്ചായത്തായി കണിച്ചാർ മാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.